ഇനി കേവലം 9-10 മാസത്തിനുള്ളിൽ അടുത്ത ഒരു പവർ ക്രൈസിസിൻ്റെ സമയമാകുന്നു. നമുക്ക് സോളാർ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് മാത്രമല്ല സേവ് ചെയ്യാൻ പറ്റുന്നത്. പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ EV വെഹിക്കിളിലൂടെ അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസിലൂടെയൊക്കെ സേവ് ചെയ്യാം. ഒരു 2,20,000 രൂപ സാധാരണ ഇൻവെർട്ടർ വെച്ച് ഒരു കോസ്റ്റ് വരും എന്നുണ്ടെങ്കിൽ, ഓൺ ഗ്രിഡ് കോസ്റ്റ് വരുമെന്നുണ്ടെങ്കിൽ, ഹൈബ്രിഡ് ഇൻവെർട്ടർ വിത്ത് അതിന് തത്തുല്യമായ ഒരു ബാറ്ററി സിസ്റ്റം അറേഞ്ച് ചെയ്യുന്നു എങ്കിൽ 1,25,000 കൂടെ അധികമായി മുടക്കേണ്ടി വരും. നമസ്കാരം. നമ്മുടെ റെനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരു ഫസ്റ്റ് പോഡ്കാസ്റ്റ്, നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് റിന്യൂവബിൾ എനർജി രംഗത്ത് നിൽക്കുന്ന ആൾക്കാരെ കൂടുതൽ പരിചയപ്പെടുത്തുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാടിന് സംഭാവന നൽകിയിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുക, അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ എത്തിക്കുക, അതിൻ്റെ പുതിയ സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ പുതിയ നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ഗവൺമെൻറ്റുമായിട്ടുള്ള പോളിസി ചേഞ്ചസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മുടെ സാധാരണപ്പെട്ടവർ റിന്യൂവബിൾ എനർജിയുമായിട്ട് അറിയേണ്ട കാര്യങ്ങളിൽ നമ്മുടെ ആൾക്കാരിൽ കൂടുതൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സംവിധാനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫോർമർ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായ നൗഷാദ് സാർ, കൂടാതെ തന്നെ KEOCയുടെ വൈസ് പ്രസിഡൻറ്റ്, അതിനോടൊപ്പം നമ്മുടെ ഫോർമർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിന്യൂവബിൾ എനർജിയിൽ നൗഷാദ് സാറാണ് നമ്മളോടൊപ്പം വന്നിരിക്കുന്നത്. സാർ, ആദ്യം തന്നെ ഞാൻ സാറിന് നന്ദി പറയുകയാണ്. നമുക്കിങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് സാറിന് ഇവിടെ വരാൻ വന്നതിൽ തന്നെ ഞാൻ വലിയൊരു സന്തോഷം പങ്കുവയ്ക്കുന്നു. വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്നത് റിന്യൂവബിൾ എനർജിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു പ്രൊമോഷൻ ആരംഭിക്കുമ്പോൾ തന്നെ സാറിനെ പോലെ നമ്മുടെ കേരളത്തിന് ഇത്രയും നല്ല രീതിയിൽ സംഭാവന ചെയ്ത ഒരാൾ സാറിന് തുടക്കത്തിൽ തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. സ്വാഗതം ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക്. KSEBയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ 3 വർഷത്തിന് മുകളിലായിട്ട് സാറുമായിട്ട് പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയിൽ നമ്മൾ അംഗമായിരിക്കുമ്പോൾ തന്നെ സാറുമായിട്ട് പരിചയപ്പെടുകയും, എനിക്ക് തോന്നുന്നു ഒരു സ്ഥാപനത്തിൻ്റെ മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളെയും റിന്യൂവബിൾ എനർജിയായിട്ട്, അത് എനിക്കൊന്ന് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളിനെ സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ നമ്മൾ സാറുമായിട്ട് സഹകരിച്ചിടത്തോളം തന്നെ നമുക്കറിയാൻ കഴിയുന്നത്, ഒരു കസ്റ്റമറിന് എന്ത് ഡൗട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആർക്കെന്ത് സോളാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ഡൗട്ടുണ്ടെങ്കിലും സാറിന് അറിയാവുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് എത്ര സമയമെടുത്താലും എത്ര ലേറ്റായാലും സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കൺമുമ്പിൽ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ സാറിൻ്റെ ഇതുവരെയുള്ള സാറിൻ്റെ ഒഫീഷ്യൽ ജീവിതത്തിൽ റിന്യൂവബിൾ എനർജിയുമായിട്ട് വന്നതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സാറിനെ അതിനെ ഇൻവൈറ്റ് ചെയ്തത്. താങ്ക് യു സാർ. സാർ വെൽക്കം. ആദ്യമായി നിങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ആസ് എ ഫ്രണ്ട് റണ്ണർ എന്ന രീതിയിൽ ആദ്യമായി എന്നെ സെലക്ട് ചെയ്തതിൽ വളരെ നന്ദിയുണ്ട്, ചരിതാർത്ഥ്യമുണ്ട്. ഇന്ന് റിന്യൂവബിൾ എനർജി, സോളാർ അല്ലെങ്കിൽ സ്റ്റോറേജ് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇതിൻ്റെ മോട്ടോ ജനറേഷൻസ് ടു കം എന്നുള്ളതാണ്. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരുതി വയ്ക്കുന്ന ഊർജ സ്രോതസ്സിൻ്റെ നാളെ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്ന ഒരു ചുവടുവയ്പ്പിലാണ് നമ്മൾ. ശ്രീ റോയ് പറഞ്ഞതുപോലെ ഏകദേശം 30 വർഷത്തിന് മുകളിൽ പവർ സെനാരിയോയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ 10 വർഷം ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ ട്രാൻസ്മിഷൻ, അതുപോലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലോകത്തിലെ തന്നെ 1ാമത്തെ യൂട്ടിലിറ്റി ആയ അവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും, അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ റിന്യൂവബിൾ എനർജി രംഗത്തും ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും കൊണ്ട് റിന്യൂവബിൾ എനർജി രംഗത്ത് സോളാർ മേഖലയിൽ പൊതുവെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലായാലും ഇലക്ട്രിക് വെഹിക്കിൾ വ്യാപനത്തിലായാലും ലഭിച്ച അവസരം രണ്ടാമതല്ല എന്ന് ഞാനിവിടെ വിലയിരുത്തുന്നു. ഇൻ ദ റേസ് ഓഫ് എക്സലൻസ് ദർ ഈസ് നോ ഫിനിഷ് ലൈൻ എന്നാണ് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ അതിനെ കേരളം എന്ന സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ സോളാർ രംഗത്ത്, പ്രത്യേകിച്ച് PM സൂര്യഗർ പദ്ധതി ആവിഷ്കരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയിൽ തന്നെ 2ാമത്
എന്ന ശ്രേണിയിലേക്ക് എത്തി, അത് തെളിയിച്ചു കഴിഞ്ഞു. ഏകദേശം 3000 മെഗാവാട്ടിലധികം ആവറേജ് പകൽ സമയത്ത് ഡിമാൻഡുള്ള കേരള സംസ്ഥാനത്തിൽ 2500 മെഗാവാട്ടിനടുത്ത് തന്നെ സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ഓരോ കേരളീയനും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. PM സൂര്യഘർ പദ്ധതിയിൽ 2,50,000 ആൾക്കാർ കേവലം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 2024 ഫെബ്രുവരി മുതൽ ഇന്ന് വരെ നമ്മൾക്ക് എൻറോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വലിയ ഒരു അഡ്വാൻറ്റേജാണ്. എന്നാൽ ഇന്ന് സോളാർ എന്ന് എഴുതുമ്പോൾ അതിനോട് കൂട്ടി സ്റ്റോറേജ് എന്നുകൂടി എഴുതിയെങ്കിൽ മാത്രമേ ഇതിന് ഒരു പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ. പരിഹാരം ഏകദേശം 80 മുതൽ 85% പവർ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൻ്റെ KSEBയുടെ തന്നെ സിംഹഭാഗം റവന്യൂവും പവർ പർച്ചേസിൽ നമ്മൾ ചിലവാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കേരളമല്ലാതെ കേരളത്തിൽ മറ്റൊരു യൂട്ടിലിറ്റി അല്ല എങ്കിൽ പോലും തൃശ്ശൂർ കോർപ്പറേഷൻ ഒരു എൻറ്റിറ്റിയായി പ്രവർത്തിക്കുന്നുണ്ട്. റിന്യൂവബിൾ എനർജി രംഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അനർട്ട്, EMC, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇവരോടൊത്ത് ഒന്നിച്ച് നടന്ന് കേരളം നിരവധി കാര്യങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒന്നാമതായി എത്താൻ വേണ്ടി ഉണ്ട്. ഇത് ഒരു കൂട്ടായ പരിശ്രമം കൊണ്ടാണ് നടന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ 1,40,00,000 കൺസ്യൂമേഴ്സാണ് ഇവിടെ കേരളത്തിൽ മൊത്തമായി ഉള്ളത്. അത് കൺസ്യൂമർ മിക്സ് എല്ലാ സെക്ടറിലും കൂടിയാണ്. ഡൊമസ്റ്റിക് സെക്ടറുണ്ട്, കൊമേഴ്സ്യൽ സെക്ടറുണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടറുണ്ട്, C&I എല്ലാത്തിലുമുണ്ട്. അതിൽ 1,05,00,000 ആൾക്കാരും ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സാണ്. 1A. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ PM സൂര്യഘർ എന്ന പേരിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷനും ലഭിച്ചത് കേരള സംസ്ഥാനത്തിനാണ്. പ്രബുദ്ധരായ ജനങ്ങളാണ് ഇവിടെ. ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്നുള്ളത് കേവലം പണത്തിൻ്റെ ലാഭത്തിന് ഉപരിയായി ഒരു ഗ്രീൻ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കൺസ്യൂമേഴ്സ് ഒക്കെ ഇവിടെ നമ്മളുടെ കൂടെ ഒരുമിച്ച് വന്നിട്ടുള്ളത്. അവർ സോളാർ വെച്ച് മാറുമ്പോൾ കൺസ്യൂമർ എന്ന ആ തലത്തിൽ നിന്നും പ്രൊസ്യൂമർ എന്ന തലത്തിലേക്ക് ഉയരപ്പെടുകയാണ്. 78,000 രൂപ സബ്സിഡിയോടുകൂടി 3 കിലോവാട്ട് വയ്ക്കുമ്പോൾ ഉള്ള ഈ പദ്ധതിയിൽ ഇന്നും നിരവധി ആൾക്കാർ അംഗമായി ചേരാനായി രജിസ്ട്രേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷനുമായി മുന്നോട്ട് വരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ അധികമായി ഗ്രിഡിലേക്ക് കൊടുക്കുന്ന വൈദ്യുതിക്ക് ഓരോ യൂണിറ്റിന് 3 രൂപ ചില്ലറ പൈസ എന്ന രീതിയിൽ ഇലക്ട്രിസിറ്റി ബോർഡ് അവർക്ക് നൽകുന്നുണ്ട്. ഇന്ന് ഹൈബ്രിഡ് ഇൻവേർട്ടേഴ്സ് അല്ലെങ്കിൽ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റവും കൂടെ ചേർന്ന് സാധാരണ ഗ്രിഡ് ടൈഡ് ഇൻവേർട്ടേഴ്സിൻ്റെ ബദലായി ഹൈബ്രിഡ് ഇൻവേർട്ടേഴ്സും കൂടി ഇവിടെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഉള്ളതായി നമ്മൾ മനസ്സിലാക്കണം. ലിഥിയം അയോൺ ബാറ്ററിയുടെ കോസ്റ്റ് അല്പം അധികം ആണെങ്കിൽ തന്നെ സോളാർ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിനെ പോലെ ഒരു സംസ്ഥാനത്തിന് പകൽ സമയത്ത് അധികമായി വരുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകി അത് ട്രാൻസ്ഫോമറിൽ നിന്ന് സ്റ്റെപ്പപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു പദ്ധതിയേക്കാൾ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ റൂഫ് ടോപ്പിൽ നിന്ന് കിട്ടുന്ന സോളാർ വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകി ഒരു ട്രാൻസ്ഫോമറിൻ്റെ പരിധിയിൽ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ LTയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്ത് ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറും അതിന് ചേർന്ന ഒരു ബാറ്ററി റാക്കും നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ കേവലം 10 മുതൽ 13 രൂപ വരെ ഇലക്ട്രിസിറ്റി ബോർഡ് കോർപ്പറേറ്റുകൾക്ക് നൽകി വാങ്ങുന്ന ആ വൈദ്യുതി
ഇവിടെ സ്റ്റോർ ചെയ്ത വൈദ്യുതിയിൽ നിന്ന് ഒരു ബൈബാക്ക് പോളിസി തീർച്ചയായും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ അപ്രൂവലോടുകൂടി തിരിച്ച് കൺസ്യൂമേഴ്സിന് നൽകാവുന്നതാണ്. ഇതിൽ നമ്മൾ കാണുന്നതിനപ്പുറം ഒരു മാനം ഉണ്ട്, ഒരു ഡൈമെൻഷനുണ്ട്. എത്ര പൈസ അധികം കൊടുത്ത് കേന്ദ്ര പൂളിൽ നിന്നും അല്ലെങ്കിൽ ഓപ്പൺ ആക്സസ് നിന്ന് വൈദ്യുതി വാങ്ങിയാലും ആ വൈദ്യുതി ഇവിടെ കൊണ്ടുവരാനുള്ള ട്രാൻസ്മിഷൻ കോറിഡോർ ഇന്ന് ലഭ്യമല്ല, പ്രത്യേകിച്ച് പീക്ക് ടൈമിൽ. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ നേരിൽ കണ്ട, നമ്മൾ തൊട്ടറിഞ്ഞ ആ പവർ ക്രൈസിസ് ചൂടുകൂടിയതാണ്. ഇനി കേവലം 9-10 മാസത്തിനുള്ളിൽ അടുത്ത ഒരു പവർ ക്രൈസിസിൻ്റെ സമയമാകുന്നു. അപ്പോൾ നമ്മൾക്കിവിടെ ചെയ്യാനുള്ളത് പൈസ കുറച്ച് കിട്ടുന്ന ലോങ് ടേം പവർ പർച്ചേസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വിവിധ തലങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമായി 1500 മെഗാവാട്ട് അവർ KSEB ഓൾറെഡി വർക്ക് ഓർഡർ കൊടുത്ത് കേന്ദ്രത്തിൻ്റെ സബ്സിഡിയോടുകൂടി സ്ഥാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ വർക്ക്, അതിൻ്റെ കമ്മീഷനിങ് കാസർഗോഡിലാണ്. അത് ഒന്ന് മൈലാട്ടിയിലാണ്, മറ്റൊന്ന് ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റിൻ്റെ പ്രൊമൈസസിലാണ്, മറ്റത് അരീക്കോട്, അതുപോലെ പോത്തങ്കോട്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും 1500 മെഗാവാട്ട് അവർ സ്ഥാപിച്ച് കഴിയുമ്പോൾ തന്നെ സോളാർ പാർക്ക് അല്ലെങ്കിൽ 110 kV ലൈനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സോളാറിന് ഒരു സൊല്യൂഷനാകും. എന്നാൽ നമ്മളിവിടെ കാണേണ്ടത് ഡിസ്ട്രിബ്യൂട്ടഡ് സോളാർ, വീടുകളിൽ വയ്ക്കുന്ന സോളാർ പ്ലാന്റുകൾക്ക് അവിടെ നിന്ന് ഒരു സ്റ്റോറേജ്, അതിൻ്റെ ഒരു സൊല്യൂഷൻ ഈ യൂട്ടിലിറ്റി സ്കെയിൽ സോളാർ പ്രോജക്റ്റുകൾ വെച്ചാൽ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ടെക്നിക്കലായി പറഞ്ഞു കഴിഞ്ഞാൽ PLL, ഫേസ് ലോക്ക് ലൂപ്പ് എന്ന് പറഞ്ഞൊരു ഫിനോമിനനാണ്. അപ്പോൾ LT ലൈനിൽ നമ്മളെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് വ്യാപകമായി PM സൂര്യഘർ പദ്ധതിയിൽ സ്ഥാപിക്കുന്ന സോളാർ പ്ലാന്റിൽ നിന്നുള്ള സ്റ്റോറേജ് ലഭ്യമാക്കണമെങ്കിൽ അതിന് കമ്മ്യൂണിറ്റി ബസ്, CBUS എന്നാണ് പറയുന്നത്, കമ്മ്യൂണിറ്റി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ആണ് അൾട്ടിമേറ്റായ ഒരു സൊല്യൂഷൻ. സാർ, എനിക്ക് തോന്നുന്നു തുടക്കം പറഞ്ഞതുപോലെ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ എല്ലാവരും സോളാറിലോട്ട് വരിക എന്നുള്ളത് വളരെ, ഞാനിപ്പോൾ നമ്മൾ കസ്റ്റമറിനോടൊക്കെ സംസാരിക്കുന്ന നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഒരു 90% ആൾക്കാർക്ക് സോളാർ വെക്കാനുള്ള ഒരു സാധ്യത വിദൂരമല്ല. ഇപ്പം നമുക്ക് സോളാർ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് മാത്രമല്ല സേവ് ചെയ്യാൻ പറ്റുന്നത്, പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ EV വെഹിക്കിളിലൂടെ അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസിലൂടെയൊക്കെ സേവ് ചെയ്യാം. അത് ഫസ്റ്റ് കാര്യം. സാറ് ഉദ്ദേശിച്ച കാര്യത്തിൽ ഇപ്പം സാറ് പറഞ്ഞത് വരുന്നതിൽ ഓൺ ഗ്രിഡിന് പകരം ഹൈബ്രിഡിൻ്റെ ഒരു ആവശ്യകതയും വരും തലമുറയ്ക്ക് അതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് പറഞ്ഞു. ഇപ്പം നമ്മൾ ബാറ്ററിയുടെയൊക്കെ ടെക്നോളജികൾ മാറിയായാലും അല്ലെങ്കിൽ ഇപ്പോഴത്തന്നെ അത്യാവശ്യം റിലയബിളാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, മെയിൻ്റനൻസ് ഫ്രീ ആണ്. എനിക്കൊന്ന് 15-20 വർഷം വരെയൊക്കെ ലൈഫുള്ള ബാറ്ററികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളുമാണ്. എനിക്ക് ഇതിലൊരു വിഷനുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ തലമുറയൊക്കെ മാഞ്ഞു പോകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അതായത് എല്ലാ വീടുകളും സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം പവർ. നമുക്കറിയാവുന്നതുപോലെ സോളാർ, റൂഫ് ടോപ്പ് സോളാർ വെച്ച് കഴിഞ്ഞാൽ പകൽ സമയത്ത് അവരുടെ ആവശ്യകത നിറവേറും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ രാത്രി കാലങ്ങളിൽ വലിയ വില നൽകി വാങ്ങുന്ന വൈദ്യുതിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായി ഓരോ വീട്ടിലും സ്റ്റോറേജ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ലോക്കലായിട്ടുള്ള എല്ലാ ആവശ്യകതയും നമുക്ക് നടത്താൻ പറ്റും. സാർ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ 1-2 കാര്യം എനിക്കൊന്ന് അറിയേണ്ടത്. സാറിപ്പം ഹൈബ്രിഡിലോട്ട് പോണ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഓൺ ഗ്രിഡിന് നമ്മുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നുള്ള സബ്സിഡി സ്കീം 78,000 രൂപ വരെയുള്ള സബ്സിഡി സ്കീം അവൈലബിൾ ആണ്. റൂഫ് ടോപ്പ് എത്ര നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ? സോളാർ സബ്സിഡി സ്കീമിൽ റൂഫ് ടോപ്പ്, സോളാർ സബ്സിഡി സ്കീമിൽ റൂഫ് ടോപ്പ് ഏകദേശം നമ്മുടെ PM സൂര്യഘർ തന്നെ ഇപ്പോൾ 1000 മെഗാവാട്ടോടുകൂടി അടുക്കുന്നുണ്ട്. ഹൈബ്രിഡിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്? ഗവൺമെൻറ് സാറിനൊരു അഭിപ്രായം പറയാം, അല്ല നമ്മുടെ ആൾക്കാരോട്, നമ്മുടെ കൺസ്യൂമേഴ്സിനോട് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ചൊരു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇന്ന് ഹൈബ്രിഡ് ഇൻവെർട്ടർ വെച്ചിട്ട് ബാറ്ററി വെക്കണം എന്നുണ്ടെങ്കിൽ ലിഥിയം അയോൺ ബാറ്ററിയുടെ
കോസ്റ്റ് ഒരു ഹൈ എൻഡിലാണുള്ളത്, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു 3 കിലോ വാട്ട് വയ്ക്കുന്ന ഒരു കൺസ്യൂമർക്ക് ഒരു 2,20,000 രൂപ സാധാരണ ഇൻവെർട്ടർ വെച്ച് ഒരു കോസ്റ്റ് വരും എന്നുണ്ടെങ്കിൽ, ഓൺ ഗ്രിഡ് കോസ്റ്റ് വരുമെന്നുണ്ടെങ്കിൽ, ഹൈബ്രിഡ് ഇൻവെർട്ടർ വിത്ത് അതിന് തത്തുല്യമായ ഒരു ബാറ്ററി സിസ്റ്റം അറേഞ്ച് ചെയ്യുന്നു എങ്കിൽ 1,25,000 കൂടെ അധികമായി മുടക്കേണ്ടി വരും. അതിൽ KSEB തന്നെ ഔദ്യോഗികമായി MNRE എടുത്ത്, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, അവരാണ് ഇതിൻ്റെ തീരുമാനമെടുക്കുന്നത്. കേരളത്തിനെ ഒരു സ്പെഷ്യൽ സോൺ എന്ന രീതിയിൽ കൺസിഡർ ചെയ്ത് ബഹുമാന്യനായ മുൻ ചെയർമാനൊക്കെ കത്തെഴുതിയിട്ടുള്ളതാണ്. PM സൂര്യഗർ പദ്ധതിയിൽ ഹൈബ്രിഡ് ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഒരു പെർമിഷൻ നൽകിയിട്ടുണ്ട്. അതിന് ഒരു ഇന്നൊവേറ്റീവ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഹെഡിലാണ്. എന്നാൽ ഹൈബ്രിഡ് ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ 78,000-ൽ കൂടുതൽ സബ്സിഡി നൽകുന്നില്ല. പരമാവധി കിട്ടുന്ന സബ്സിഡി ഹൈബ്രിഡ് ഇൻവെർട്ടർ വെച്ചാലും സാധാരണ ഇൻവെർട്ടർ വെച്ചാലും കിട്ടുന്ന 78,000 രൂപയാണ്. എന്നാൽ 85,000 രൂപ 85% മുകളിൽ പുറത്തുനിന്ന് പവർ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സംസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിന് പീക്ക് ടൈമിൽ പർച്ചേസ് ചെയ്യുന്ന സംസ്ഥാനം എന്ന ഒരു സ്പെഷ്യൽ പരിഗണന നൽകിക്കൊണ്ട് ഹൈബ്രിഡ് ഇൻവെർട്ടറും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രോത്സാഹിപ്പിക്കാനായി 78,000-ന് ഉപരിയായി ഒരു ചെറിയ സബ്സിഡി MNRE നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് വളരെ ഉപകാരപ്രദമാകും. ഞാൻ പറയുന്നത് സർക്കാരും അതുപോലെ തന്നെ അതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സും ഈ കാര്യം മിനിസ്ട്രിയെ ബോധ്യപ്പെടുത്തി കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അധിക സബ്സിഡി കിട്ടാനുള്ള ഒരു ചെറിയ ശ്രമം നടത്തണം എന്നുള്ളതാണ്. നമ്മൾ പീക്ക് ടൈമിൽ KSEBക്ക് വരുന്ന ഒരുപാട് ഇപ്പോൾ ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയൊക്കെ എനിക്ക് തോന്നുന്നു ലോഡിലൊക്കെ താങ്ങാവുന്നതിൽ കൂടുതലാണ്. ഇപ്പോൾ AC ഒക്കെ കൂടുന്നു. ഇപ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് എൻഹാൻസ് ചെയ്യുമ്പോൾ പലതും അറിയുന്നത് പോലും ഇല്ല. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് നമ്മളുടെ 3 സോൺ, കാലത്ത് 6 AM മുതൽ 10 PM വരെ, രണ്ടാമത്തെ പീക്ക് സോൺ 6 PM മുതൽ 10 PM വരെ, മൂന്നാമത്തെ സോൺ 10 PM മുതൽ 6 AM വരെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആവശ്യകത കേരളത്തിൽ വരുന്നത് രണ്ടാമത്തെ സോണിലാണ്, 6 PM മുതൽ 10 PM വരെയാണ്. എന്നാൽ ഇപ്പോൾ സമകാലിക ഡേറ്റാസ് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ 10 മണിക്കല്ല പീക്ക് വരുന്നത്, കേവലം 11:30 മണിക്കടുത്താണ്, രാത്രി. അതിനർത്ഥം പീക്ക് ലോഡ് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ടൈം മാറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ റെഗുലേറ്റേഴ്സിൻ്റെ തന്നെ ടൈം സോൺ ഒന്ന് വിശകലനം ചെയ്താൽ, ഉദാഹരണത്തിന് EV ചാർജിങ് 2 സോണുകളായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് സോളാർ സോണും മറ്റൊന്ന് നോൺ സോളാർ സോണും. കാലത്ത് 9 PM മുതൽ 9 AM മുതൽ 4 PM വരെ സോളാർ സോണാണ്. അതിൽ 5 രൂപ പ്ലസ് ഒരു യൂണിറ്റ് ചാർജ് ചെയ്യാൻ കൊടുത്താൽ മതി. എന്നാൽ നൺ സോളാർ സോൺ വൈകിട്ട് 4 മുതൽ വീണ്ടും റൗണ്ട് ദ ക്ലോക്ക് 9 വരെ വരുന്ന ആ സമയത്ത് 10 രൂപയ്ക്കടുത്ത് ഒരു യൂണിറ്റിന് ചാർജ് ചെയ്യാൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ 2 സോണായി നിജപ്പെടുത്തേണ്ട ഒരു ആവശ്യകത ഇപ്പം ഉണ്ട്. കാരണം പീക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ലോഡ് കേരളത്തിൽ അനുഭവപ്പെടുന്നതിന് 2 കാരണങ്ങളാണുള്ളത് പീക്ക് ടൈമിൽ പ്രത്യേകിച്ചും. ഒന്ന് ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്, മറ്റൊന്ന് എയർ കണ്ടീഷനുകളുടെ ഉപയോഗം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഗൾഫ് യുദ്ധം വന്നതോടെ ഇൻഡക്ഷൻ സ്റ്റൗവിൻ്റെ ഒരു ഇത് യൂസേജ് അതിഭയങ്കരമായി കൂടിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്യാസ് കിട്ടാതെ വരുന്നുണ്ട്. ഇപ്പോൾ 45 ഡേയ്സോളം പ്രീ ബുക്കിംഗ് വരെ ആയിട്ടുണ്ട്. അടുത്ത വർഷം മെയ് മാസത്തിലും ഇതേ പീക്ക് ടൈം ഉണ്ടാകും, യുദ്ധം ഉണ്ടാകില്ല. 6100 മെഗാവാട്ടിനടുത്ത് ഇപ്പോൾ റെക്കോർഡ് ചെയ്തത് യുദ്ധമില്ല, ഇൻഡക്ഷൻ കുക്കർ ഇല്ല എന്നുണ്ടെങ്കിലും 6100-ൽ നിൽക്കില്ല. കേവലം 6500-ഓ 7000 മെഗാവാട്ടോ പോകുമെന്നതിന് സംശയമില്ല. AC ഉപയോഗിക്കുന്ന ഒരാളെ AC ഉപയോഗിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും പ്രബുദ്ധമായ ആൾക്കാരുള്ള കേരളത്തിൽ
ക്വാളിറ്റി ഓഫ് ലൈഫ് സ്റ്റാൻഡേർഡ് ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു കേരളീയന് ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റ് എന്നത് അടിച്ചേൽപ്പിച്ച് AC ഉപയോഗിക്കുന്നു പറയാനായിട്ടുള്ള ഒരു അവകാശവുമില്ല. ഇറ്റ് ഈസ് ഹിസ് റൈറ്റ്, ഇറ്റ് ഈസ് ഹിസ് പ്രിവിലേജ്. അതുപോലെ 3.5 ലക്ഷം കാറുകൾ ഇപ്പം കേരളത്തിന്റെ റോഡിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. EV ഇലക്ട്രിക് കാറുകൾ. അതിന്റെ ചാർജിങ് പലപ്പോഴും നടക്കുന്നത് ഓഫീസിൽ നിന്ന് വീടുകളിലെത്തുന്ന അല്ലെ ബിസിനസ് കഴിഞ്ഞ് വീടുകളിലെത്തുന്ന ആൾക്കാർ പീക്ക് ടൈമിൽ ഈവനിങ് ടൈമിൽ അവർ ചാർജ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് ചാർജ് ചെയ്യണ്ട എന്ന് പറയാൻ ഒരു യൂട്ടിലിറ്റിക്കും ഒരു ഗവൺമെന്റിനും അധികാരമില്ല. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എത്രയാണോ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. പ്രൊജക്ഷൻ എന്താണ്? കേരളത്തിൽ 10,000 മെഗാവാട്ടാണ് പ്രൊജക്ഷൻ 2030. 2030 10,000 മെഗാവാട്ട് കൊണ്ട് മതിയാകില്ല എന്നുള്ളത് ഇപ്പോഴത്തെ കഴിഞ്ഞ മെയ്യിൽ റെക്കോർഡ് ചെയ്ത ആ പീക്ക് ഡിമാൻഡിൽ നിന്ന് പകൽ പോലെ വ്യക്തമാണ്. അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ നമ്മൾ ഇപ്പോഴേ കാണണം. ലോങ് ടേം പവർ പർച്ചേസുകൾ കൊണ്ടുവരണം, പൈസ കുറച്ചുള്ളത്. അതുപോലെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന് ഊന്നൽ കൊടുത്ത് ബസ് പോലെയുള്ളതിൻ്റെ ഒരു ആവശ്യം ഈ ഒരു കാര്യത്തിലാണ് വളരെ ക്രൂഷ്യൽ. എന്ന് വെച്ചാൽ KSEB ഒരു ചെറിയ സപ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് തന്നെ ചെറിയൊരു സപ്പോർട്ടോടുകൂടി ചെറിയൊരു നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ചെറിയ ഒരു സബ്സിഡിയോ കാര്യങ്ങളോ കൊണ്ടുവന്ന് പരമാവധി ഹൈബ്രിഡ് സിസ്റ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അതിന് ഞാൻ മനസ്സിലാക്കുന്നത് MNREയിൽ നിന്ന് അങ്ങനെ ഒരു സബ്സിഡിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അതല്ലാതെ തന്നെ ഈ CBUS കമ്മ്യൂണിറ്റി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പ്രോത്സാഹിപ്പിക്കാനായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് പെരിങ്ങരം പഞ്ചായത്തിനെ ഒരു മോഡൽ വില്ലേജായി എടുത്ത് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ കഴിഞ്ഞ ബഡ്ജറ്റിൽ അങ്ങനെ ഒരു അലൊക്കേഷൻ നൽകിയിട്ടുണ്ട്, ഏകദേശം 2 കോടിക്കടുത്ത്. ഓരോ പഞ്ചായത്തിനും 1 കോടി രൂപ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിഹിതമായിട്ടാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാമ്പത്തികമായ സപ്പോർട്ട് കമ്മ്യൂണിറ്റി ബസ്സിന് കിട്ടുകയും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഒരു VGF എന്ന് പറയും, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്, അത് കോടിക്കണക്കിന് രൂപ നമുക്ക് സബ്സിഡി ആയിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഈ യൂട്ടിലിറ്റി സ്കെയിൽ ബസ് 1500 മെഗാവാട്ട് അവർ ചെയ്യാനായി നമുക്ക് കിട്ടിയിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 400 കോടി രൂപയ്ക്ക് അടുത്ത് ഇൻസെൻറ്റീവായി റൂഫ് ടോപ്പ് സോളാർ വെച്ചത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പുരപ്പുര സൗരോർജ്ജ പദ്ധതിയൊക്കെ PM സൂര്യഗറും സൗര phase 2 പദ്ധതിയൊക്കെ വെച്ചതിന് അനുസൃതമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 400 അതൊക്കെ പൈസ വന്നു, കൂടാതെ സബ്സിഡി എമൗണ്ട് നമ്മുടെ നാട്ടിൽ വന്നു. പക്ഷേ സോളാർ വന്ന ഒരു വിപ്ലവകരമായ മാറ്റം നമുക്ക് സാമ്പത്തികമായിട്ടായാലും ഈ കിട്ടിയ സബ്സിഡി 71,000 രൂപ മൾട്ടിപ്ലൈഡ് ബൈ ഏകദേശം 2.5 ലക്ഷം രൂപ, 2.5 ലക്ഷം ആൾക്കാരുടെ ഒരു എമൗണ്ട് നോക്കിയാൽ അത്രയും കോടി രൂപ ഇവിടെ നമ്മളുടെ കൺസ്യൂമേഴ്സിന്റെ പക്കലേക്ക് KSEBയുടെയോ സർക്കാരിന്റെയോ മുതൽ മുടക്കില്ലാതെ കേന്ദ്രത്തിൽ വന്നതാണ്. പേർക്ക് തൊഴിൽ, അത് സബ്സിഡി മാത്രമാണ്. മനസ്സിലായി. ഇവിടെ നമ്മൾ കാണേണ്ടത് GST ഇനത്തിൽ തന്നെ എത്ര എമൗണ്ട് വന്നു? 2,20,000 രൂപ 3 കിലോവാട്ടിന് വെച്ച് ഇത്ര കിലോവാട്ട് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000 മെഗാവാട്ടിന് അടുക്കുന്നു. അത്രയും മെഗാവാട്ടിൻ്റെ ഇൻസ്റ്റലേഷനുള്ള എമൗണ്ട്, അതിൻ്റെ മെറ്റീരിയൽസ്, അതിൻ്റെ GST, മറ്റെല്ലാം തന്നെ നമ്മുടെ സർക്കാരിന് തന്നെ ഒരു കോടിക്കണക്കിന് രൂപ റോൾ ഔട്ട് ചെയ്യുന്ന ഒരു ഫിനോമിനനാണ്. ഇതിനോടൊപ്പം ഒരു സാധാരണ ഇപ്പോൾ ഒരു കസ്റ്റമർ സോളാർ വെക്കണമെന്ന ആഗ്രഹത്തോടെ ഞാനൊരു ഇത്ര ചോദിക്കുന്നൊരു കാര്യം, ഹൗ കസ്റ്റമർ ക്യാൻ സെലക്ട് എ ഗുഡ് വെണ്ടർ അല്ലെങ്കിൽ സോളാർ EPC എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഒരു സജഷൻ ഒന്ന് ഷെയർ ചെയ്യുക. കസ്റ്റമർ എങ്ങനെയായിരിക്കും ഒരു നല്ലൊരു ഒരു വെണ്ടറിനെ അല്ലെങ്കിൽ സോളാർ EPCനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഡെവലപ്പേഴ്സിൻ്റെ എണ്ണം കൂടുന്നത് വളരെ ത്വരിതഗതിയിലാണ്. കേവലം 2,50,000 രൂപ ബാങ്ക് ഗ്യാരണ്ടിയായി നൽകി കേവലം അണ്ടർടേക്കിങ്സ് മാത്രം നൽകിയാൽ MNREയുടെ രൂപരേഖയും ഗൈഡ് ലൈൻസും അനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഡെവലപ്പേഴ്സിനെ എംപാനൽ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് കാലാവധി എന്ന് പറയുന്നത് 25 വർഷം മുതൽ 30 വർഷം വരെയാണ്.
സോളാർ പാനലിൻ്റെ ഒരു പെർഫോമൻസ് ഗ്യാരണ്ടി വാറണ്ടി, ഇൻവെർട്ടേഴ്സ്, സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് DC/AC, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്, MCB അല്ലെങ്കിൽ MCCB, മിനിയാച്ചുറൈസ് സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ, ഡിപ്പെൻസ് ഓൺ ദി ആംപ്ലിസിറ്റി, ലൈറ്റ് എർത്തിങ് കണക്ഷൻസ്, അതുപോലെ തന്നെ ബാക്കി എല്ലാ മെറ്റീരിയൽസിൻ്റെയും ക്വാളിറ്റിയും അതുപോലെ അതിൻ്റെ വർക്ക്മാൻഷിപ്പും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഒരു കോമ്പറ്റീഷൻ അധികമായി ഉണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ. ഒരു 2,20,000 രൂപ മിനിമം ഒരു ക്വാളിറ്റി ഇൻസ്റ്റലേഷന് 3 കിലോവാട്ടിന് വേണ്ട സ്ഥാനത്ത് 1.5 ലക്ഷം രൂപയ്ക്ക് പോലും ചെയ്ത് കൊടുക്കാനുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ കൊട്ടേഷൻ കിട്ടുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ ജനത ഒരു കോമ്പറ്റീറ്റീവ് കമ്പാരിസണിൽ വീണു പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൺഫ്യൂസ്. അപ്പോൾ 1,50,000 രൂപയ്ക്കും ചെയ്യാം, 2,20,000 രൂപയ്ക്കും ചെയ്യാം. ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് വെദർ ഇറ്റ് ഈസ് കോപ്പർ ഓർ അലുമിനിയം, അല്ലെങ്കിൽ സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസിൻ്റെ ക്വാളിറ്റി, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സിൻ്റെ ക്വാളിറ്റി, ഡൗൺ കണ്ടക്ടേഴ്സ്, ഹൗ ദ നേച്ചർ ഓഫ് വർക്ക് ഈസ് ബീങ് ഡൺ, MCB, MCCB, ഇൻവെർട്ടേഴ്സ്, അതുപോലെ തന്നെ പാനൽസ്, ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി അവലോകനം ചെയ്ത് വേണം ഒരു കൺസ്യൂമർ ഡെവലപ്പേഴ്സിനെ തിരഞ്ഞെടുക്കുക. അത് മാത്രമല്ല, എൻ്റെ ഒരു സജഷൻ, നമുക്ക് സർവീസ് ആഫ്റ്റർ, സാർ നേരത്തെ പറഞ്ഞു 25-30 വർഷം വരെ പാനൽ വാറണ്ടി ഉണ്ട്, അല്ലെങ്കിൽ 5 മുതൽ 10 വർഷം വരെ ടോട്ടൽ സിസ്റ്റം നമ്മൾ സർവീസ് കൊടുക്കണം. അപ്പം സർവീസ് കിട്ടുക എന്നുള്ളതിൽ കസ്റ്റമർ ഉറപ്പ് വരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. സാറ് അതിൽ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടാവണം, റേറ്റിംഗ് സിസ്റ്റം. കൺസ്യൂമേഴ്സിന് തന്നെ ഇപ്പോഴും ഒരു പരിധി വരെ അത് നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. ഒരു വർക്ക് കൺസ്യൂമർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് റേറ്റിംഗ്, ഒരു സ്റ്റാർ റേറ്റിംഗ് പോലെ ഔട്ട് ഓഫ് 10 അദ്ദേഹത്തിൻ്റെ അപ്രോച്ച്, അവരുടെ ഫൈനാൻഷ്യൽ വെർട്ടിക്കൽ, അവരുടെ ക്വാളിറ്റി, ദ വേ ഇൻ വിച്ച് ദേ ആർ കോളിംഗ്, അതെല്ലാം വെച്ചിട്ട് ഒരു റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൺലൈനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ മറ്റ് കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ അവരുടെ ഫിംഗർ ടിപ്പിൽ ഡാഷ്ബോർഡിൽ കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ അഭിപ്രായം, ഒരു ഫീഡ്ബാക്ക്, അവരുടെ റേറ്റിംഗ് മറ്റ് കൺസ്യൂമേഴ്സിന് കിട്ടുകയും അതനുസരിച്ച് ഡെവലപ്പേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു ടെക്നിക്കൽ ഒരു ഔട്ട്ലുക്ക് അതിന് ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ ആരെ സെലക്ട് ചെയ്യണം എന്നല്ല പറയുന്നത്, എക്സ് ഓർ വൈ, പക്ഷെ സെലക്ട് ചെയ്യുമ്പോൾ യു ജസ്റ്റ് ഹാവ് എ ഫീഡ്ബാക്ക് ഇൻ ദ ഫീൽഡ്, ഫ്രം ദ ഫീൽഡ്. അത് നമുക്കൊരു കൺസ്യൂമർ സമൂഹമുണ്ട് ഇവിടെ. നിങ്ങൾക്കറിയോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1,06,00,000 ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ഇപ്പോഴും നിലവിലുണ്ട്. 2024 ഫെബ്രുവരി മാസം തുടങ്ങിയ PM സൂര്യഗർ ഏറ്റവും അവസാനത്തെ ലാപ്പിൽ 2027 മാർച്ച് ആവുമ്പം തീരുകയാണ്. 2027 മാർച്ച് 31 നമ്മുടെ PM സൂര്യഗർ മുഫ്തി ബിജ്ലി യോജന തീരുന്നു പ്രോഗ്രാം. അപ്പോൾ 1 കോടി റൂഫ് ടോപ്പ് പ്ലാന്റിൻ്റെ പദ്ധതിയുമായി വന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കേവലം 25 ലക്ഷം ആയിട്ടുണ്ട്, ആകുന്നതേ ഉള്ളൂ. ഇനിയും 75% കൂടി പ്ലാൻ ചെയ്ത ആ റൂഫ് ടോപ്പിൽ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ് നാം കാണേണ്ടത്. അങ്ങനെയെങ്കിൽ ഇനി കേവലം 7-8 മാസം കൊണ്ട് തീരുന്ന ഒരു പൊട്ടൻഷ്യലല്ല നമുക്കിവിടെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1,06,00,000 ആൾക്കാർ ഡൊമസ്റ്റിക് ആണ്. മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം ആൾക്കാർ മാത്രമേ ഇവിടെ സോളാർ സ്ഥാപിച്ചിട്ടുള്ളൂ. കേവലം 3% പോലും ഇതുവരെ സോളാർ സ്ഥാപിച്ചിട്ടില്ല.